നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 366th day. Today 56th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 366 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 56ാമത്തെ ശ്ലോകം. ശ്രവണം വിദഹേത് പാപം പാവകസ്സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസ്മതി. ശ്രവണം വിദഹേത് പാപം പാവകസ്സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസതി. ഓം തത്സത്. ഈ ഭാഗവതകഥ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഭാഗവതകഥ പാപങ്ങളൊക്കെ വിചാരിക്കുമത്രേ ഈ ഭാഗവതകഥ ഞങ്ങളെ ഇപ്പോൾ നശിപ്പിക്കും. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ ചെറുതായതോ വലുതായതോ ആയ എല്ലാ കർമ്മങ്ങളും ഈ ഭാഗവതകഥ കേൾക്കുമ്പോൾ ഭയന്ന് വിറച്ച് ഓടിപ്പോകുമത്രേ. എന്തുകൊണ്ട് ചെയ്തത്, ചേഷ്ടകൾ കൊണ്ട് ചെയ്തതോ എല്ലാം അഗ്നി വിറകുകളെ എന്ന പോലെ ക്ഷണത്തെ ദഹിപ്പിക്കുമത്രേ. ഈ ഭാഗവതകഥാ ശ്രവണ അഗ്നി വിറകുകളെ എപ്രകാരം നശിപ്പിക്കുമോ അപ്രകാരം ഈ ഭാഗവതകഥ കേൾക്കുന്നത് കൊണ്ട് പാപങ്ങൾ ഒക്കെ ക്ഷണത്തിൽ നശിച്ചു പോകും അത്രേ. അതല്ലാതെ ഈ ഭാരതവർഷത്തിൽ കഥാശ്രവണത്തിൽ തൽപരമല്ലാത്തവരുടെ ജന്മം വ്യർത്ഥമാണ്, അതായത് അനാവശ്യമാണ് എന്നുകൂടി പറയുന്നു. എന്തെന്നാൽ ഭാരതവർഷം മോക്ഷം ലഭിക്കുവാൻ ഏറ്റവും അത്യുത്തമമായ വർഷം എന്ന് പറഞ്ഞാൽ രാജ്യം. ഈ ഭാരത രാജ്യം എല്ലാം കൊണ്ടും അത്യുത്തമമായ രാജ്യമാണ്. ഇവിടെ ജനിക്കുന്നത് പുണ്യമാണ്. ഇങ്ങനെ ഇവിടെ ജനിച്ച് ഈ ശ്രീമദ് മഹാഭാഗവത കഥ ശ്രവിച്ചാൽ അവരുടെ എല്ലാ പാപവും നശിച്ചു പോകും, അവർക്ക് മുക്തി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനിക്കുന്നവർ, ഈ ഭാഗവത കഥ കേൾക്കാതിരിക്കുന്നവരുടെ ജന്മം വ്യർത്ഥമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രവണം വിദഹേത് പാപം പാവകസ്സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസ്മതി. ഓം. ദേവസഭയിൽ വെച്ച് ബൃഹസ്പതി മുതലായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഇത്. ഇന്ന് അവർ പോലും ഈ ഭാരതവർഷത്തിലെ ജനങ്ങളെ, ഇങ്ങനെ ഭാഗവതം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഭാരതവർഷത്തിലെ ജനങ്ങളെ കീർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.